നമുക്കെല്ലാം അറിയാം, ഉമ്മൻചാണ്ടി ഈ നാടിന്റെ പൊതു സ്വത്തായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ഏറെ അദ്ദേഹത്തെ സ്നേഹിച്ചു, ബഹുമാനിച്ചു. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മഹത്വം, പ്രാധാന്യം, മനുഷ്യ സ്നേഹം, മനുഷ്യർക്ക് അദ്ദേഹത്തോടുള്ള പ്രതിസ്നേഹം ഒരുപക്ഷെ കേരളവും ലോകവും മനസ്സിലാക്കിയത് നമുക്കറിയാം. 2 വർഷങ്ങൾക്ക് മുൻപ് ഉമ്മൻചാണ്ടി ഭൗതികമായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഈ പുതുപ്പള്ളി പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുന്നതിന് എടുത്ത മണിക്കൂറുകൾ രാത്രിയും പകലും മഴയും വെയിലും അവഗണിച്ചുകൊണ്ടാണ് ജനലക്ഷങ്ങൾ ഉമ്മൻചാണ്ടിക്ക് കണ്ണീരിൽ കുതിർന്ന തങ്ങളുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ചരിത്രത്തിന്റെ ഭാഗമായത് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് കീഴിൽ നമുക്കറിയാം നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ, ഒന്ന് ജനസമ്പർക്ക പരിപാടിയായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ രംഗത്ത് കാരുണ്യ മേനവളൻ പദ്ധതിയായിരുന്നുവെങ്കിൽ, സുദിത രംഗ പദ്ധതിയായിരുന്നുവെങ്കിൽ അതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ പാവപ്പെട്ടവരായിരുന്നു, സാധാരണക്കാരായിരുന്നു. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയും ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി തന്റേതായ നേതൃപാടവം ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. വിഴിഞ്ഞ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമായി എങ്കിൽ അതിൽ ഓർമ്മിക്കേണ്ട, നന്ദിയോടെ ഓർമ്മിക്കേണ്ട ആദ്യത്തെ പേര് ഉമ്മൻചാണ്ടിയാണ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. മെട്രോ റെയിലും കണ്ണൂർ വിമാനത്താവളവും നടപ്പിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. 12 താലൂക്കുകൾ പുതുതായി കേരളത്തിൽ തുടങ്ങാനും അദ്ദേഹത്തിന് സാധിച്ചു. നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും അധികം തവണ മലയോര പ്രദേശങ്ങളിലും കടലോര പ്രദേശങ്ങൾ ഉൾപ്പെടെ കേരളം കീറി മുറിച്ച് പലതവണ സഞ്ചരിച്ചിട്ടുള്ള കാറിലും ജീപ്പിലും ട്രെയിനിലും ബസ്സിലും എല്ലാം സഞ്ചരിച്ച് കേരളത്തെ കണ്ടറിഞ്ഞ ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും കൃത്യനിഷ്ഠയുടെയും കർമ്മ പദ്ധതികളുടെയും എല്ലാം പര്യായമായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് നികത്താൻ കഴിയാത്ത നഷ്ടമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ സമുന്നത നേതാവ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയങ്കരനായ ആ തലവൻ, അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടും ഒപ്പം നമുക്ക് പങ്കുചേരാം. ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ജനലക്ഷങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യം അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നന്മ പ്രവർത്തനങ്ങൾ, പുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷികം ഏറ്റവും നന്നായി ആചരിക്കാൻ ഈ പുതുപ്പള്ളി പള്ളി അങ്കണവും എല്ലാ പരിസരങ്ങളും വിട്ടു തന്ന അഭിവന്ദ ബാബ തിരുമേനിയോടും ഇവിടുത്തെ വികാരിയസിനോടും മറ്റെല്ലാ കമ്മിറ്റിക്കാരോടുമുള്ള പ്രത്യേക നന്ദി. ഈ ചടങ്ങ് കൃത്യമായി സംഘടിപ്പിച്ച കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, ശ്രീ ചാണ്ടി ഉമ്മൻ MLA തുടങ്ങിയ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി നമ്മുടെ ശിരസ്കനായി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്.